ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മൾ ചെറിയ കുട്ടികളുടെ ഉടുപ്പോ അതല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാസ്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കാവുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മാസ്ക് ആകുമ്പോൾ അവർക്കത് ഇടാൻ മടി ഉണ്ടാവില്ല. മാക്സിമം പുറത്തിറങ്ങാണ്ട് നോക്കാം, എന്നാലും എന്തെങ്കിലും സാഹചര്യങ്ങളിൽ പുറത്ത് പോകേണ്ടി വന്നാൽ ഇങ്ങനെ ചെയ്യാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കാണും, ആ ബെലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് വരും. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാനിനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ആൺകുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഡങ്കറി മോഡൽ ഡ്രസ്സാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം, നമുക്കിഷ്ടമുള്ള മോഡലിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്രസ്സിന് ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള കാരണം ഇതേ മോഡലിൽ മുറിച്ചെടുത്തു. ഇതിൽ നിന്നിപ്പോൾ ഒരു 3 മാസ്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് മടക്കിയിട്ടിട്ട് നല്ല ലെവലാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷിപ്പൊക്കെ ഉൾപ്പെടുന്ന ഭാഗം ശരിക്കൊരു മാസ്കിൻ്റെ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു മടക്കി അടിച്ചിരുന്ന ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് അടിക്കണം. കാരണം അത് ഇത്തിരി വീതിയുള്ള ടൈപ്പായിരുന്നല്ലോ, അപ്പോൾ മാസ്കിന് ഇത്ര വീതി വേണ്ടല്ലോ. ഇങ്ങനത്തെ മാസ്ക് ആയ കാരണം എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകേണ്ടി വന്നാൽ തന്നെ ഇത് എടുത്തിടാൻ ഭയങ്കര ഉഷാറാണ്, കാരണം കളർഫുള്ളല്ലേ. അപ്പോൾ ഇനി നമ്മൾ വേറെ മുറിച്ച് വെച്ചിരുന്ന പീസ് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കാം. 4 സൈഡും മടക്കി അടിച്ചു കൊടുക്കാം. ഒറ്റ മടക്കിയാലും മതിയിട്ടാ, സോഫ്റ്റ് തുണിയല്ലേ. ഇനി ഇതേപോലെ ഒരു 2 മടക്കി കൊടുക്കുക, ഒന്നൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ തുണി മുറിച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക്കിന് പകരം വെക്കുന്നത്, സൈഡിൽ തുന്നി വെക്കുന്നത്. അലാസ്റ്റിക് യൂസ് ചെയ്യണേലും ഭംഗി ഇതാണ് കേട്ടോ. അപ്പോൾ ഐഷയുടെ പാകാവാത്തൊരു ഉടുപ്പാണ് ഇനി അടുത്തത് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണേ. അപ്പോൾ അതിൽ നിന്നും ഒരു ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2-3 ഞെറി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണില്ല കേട്ടോ, ഒരു ഉദ്ദേശം വെച്ച് അടിച്ച് നോക്കണം. അപ്പോൾ അതും സെയിം രീതിയിൽ അടിച്ചിട്ടുണ്ട്. അലാസ്റ്റിക് വെച്ചാണ് അടിച്ചത്. അപ്പോൾ ലൈനിങ് വെച്ചിട്ടും അടിച്ച് ലൈനിങ് വെക്കാണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റും ചെയ്യണം. സാധാ കോട്ടൺ തുണി വെച്ചിട്ട് മാസ്ക് അടിക്കാനുള്ള 2 തരത്തിൽ മാസ്ക് അടിക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സിമ്പിൾ മെത്തേഡാണ്. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.